വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ 3 തരം ഹെൽത്തി റെസിപ്പീസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ പ്രോട്ടീനും വൈറ്റമിൻസും ഫൈബറും ധാരാളമായിട്ട് ചേർത്തിരിക്കണം. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി സ്മൂത്തി റെസിപ്പി ആട്ടോ. അപ്പൊ മസിൽ ലോസ് ഒന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഫുഡുകൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താമെന്നും നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റ് റെസിപ്പി ആപ്പിൾ ചിയ സ്മൂത്തി ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് നമ്മൾ ചിയ സീഡ് മിൽക്കും ആഡ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോ ഫാറ്റ് മിൽക്ക് തന്നെയാട്ടോ നമ്മൾ എടുത്തിരിക്കണേ. ഇനി സ്മൂത്തി റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഒരു ആപ്പിൾ ആണ് എടുത്തിരിക്കണേ. അത് നമ്മളൊരു ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1/2 കപ്പ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ 1 സ്പൂൺ ഓട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ നമുക്ക് ഫൈൻ പേസ്റ്റ് പോലെ നമുക്ക് അടച്ചെടുക്കണം. അപ്പൊ നമ്മൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നല്ല ഫൈൻ പോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് 1 സ്പൂൺ ചിയ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ് ആട്ടോ നമുക്ക് സോക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. അപ്പം അതിൽ കൂടുതൽ നമ്മൾ കഴിക്കാൻ പാടില്ല. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ട് എടുക്കേണ്ട ഒരു സാധനമായിട്ട് ചിയ സീഡ്. അത് നമ്മുടെ കൊഴുപ്പൊക്കെ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പം നമ്മളത് ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിലൊന്ന് ഒരു 2 മണിക്കൂർ നമുക്ക് കീപ്പ് ചെയ്യാം. കണ്ടോ, നമ്മുടെ ആപ്പിൾ ചിയ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് നട്ട്സുകളും നമ്മുടെ കയ്യിലുള്ള സീഡ്സുകളും എല്ലാം തന്നെ ആഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ അതിന് ചെറിയ രീതിയിൽ 1 സ്പൂൺ ആഡ് ചെയ്താൽ മതി കേട്ടോ. മധുരത്തിന് ഹണി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി മാംഗോ ചിയ സ്മൂത്തിയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു ജാറിൽ ആഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് മിൽക്ക് കൂടി ചേർത്ത് നല്ലപോലെ ഫൈൻ പോലെ പേസ്റ്റായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ബോട്ടിലേക്ക് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ നമ്മൾ ചിയ സീഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിയ സീഡ് നമ്മൾ ഡെയിലി ഒരു 1.5 ടേബിൾ സ്പൂൺ ആട്ടോ എടുക്കണ്ടേ. അപ്പോൾ അത് നിങ്ങൾ ആ അളവ് നിങ്ങളൊന്ന് മറക്കാതിരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3-4 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, വെറും സ്പൂൺ ആട്ടോ നമ്മൾ പറഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്കപ്പോൾ ചിയ സീഡ് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ സോക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് കൂടും. അപ്പോൾ മാംഗോ സ്മൂത്തി നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് 2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല പോലെ അത് സോക്കായി കിട്ടും. അത് ആ ഫ്ലേവറിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടിയും കിട്ടും കേട്ടോ സ്മൂത്തിക്ക്. നമുക്കിനി ഇത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്കപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നട്ട്സുകളെല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാംഗോ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് ചെയ്യുന്നത് ചിക്കു ചിയ സ്മൂത്തിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ 1 ചിക്കു ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫാറ്റ് മിൽക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നല്ല പോലെ ഒരു ഫൈൻ പേസ്റ്റ് പോലെ നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് അടിച്ചതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലേക്ക് അത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 സ്പൂണോളം ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിയ സീഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറോളം വെക്കണം. അപ്പോൾ ചിയ സീഡൊക്കെ നല്ല രീതിയിൽ സോക്കായി കിട്ടും. അപ്പം നമ്മുടെ ചിക്കു ചിയ സ്മൂത്തി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമുക്ക് നട്ട്സുകളും സീഡ്സുകളും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കു നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ നമ്മൾ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കണേ. അപ്പോൾ ഇത് കഴിക്കണതിൻ്റെ കൂടെ നല്ല രീതിയിൽ വാട്ടർ ഇൻടേക്ക് എടുക്കണം. അതുപോലെ എക്സസൈസ് ചെയ്യാനും മറക്കരുത്. ഡെയിലി ഒരു റൂട്ടീനായിട്ട് പോവുക. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോസിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫാമിലീസിൽ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ
നെക്സ്റ്റ് ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.